ഹായ് ഗെയ്സ്, ഇതെൻ്റെ ചേട്ടൻ്റെ മകൻ അഭിഷേക്, എൻ്റെ മോള് ദിൽഷ, ഇതെൻ്റെ മകൻ ദിൽജിത്ത്. ഞങ്ങൾ അടുക്കളയുടെ പിൻഭാഗത്ത് വന്ന് ഇങ്ങനെ പൂച്ചകളെ കണ്ട് രസിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പൂച്ചകളെ തൊടണമെന്ന് എൻ്റെ മക്കൾക്കൊരാഗ്രഹം. അങ്ങനെ ഞാൻ തൊടാൻ ശ്രമിച്ചു, അവരെ കൊണ്ട് തൊടിയിപ്പിച്ചു. അവർ പൂച്ചകളെ കണ്ടപ്പോൾ അങ്ങ് ഇണങ്ങി. അതിൽ നിന്ന് പിന്മാറ്റാൻ ഞാൻ നോക്കി. പക്ഷേ പൂച്ചകളെ ഭയങ്കര ഇഷ്ടമല്ലേ, എല്ലാവർക്കും പൂച്ചകളെ ഇഷ്ടമാണ്. എല്ലാവരുടെയും വീട്ടിലും പൂച്ചകൾ കാണുമല്ലോ. പിന്നീട് ഞങ്ങൾ പൂക്കളിൻ്റെ പുറകെ പോയി. പൂക്കളെ ഇഷ്ടമല്ലാത്തവരാരും കാണത്തില്ലല്ലോ. അങ്ങനെ പൂക്കളെ കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. അതിൻ്റെ ഓരോ വീഡിയോയും ഫോട്ടോയൊക്കെ ഇടണമെന്ന്. ഇതെൻ്റെ മാമൻ്റെ വീട്ടിലെ പൂക്കളാണേ. പലതരം കളറുള്ള പൂക്കളുണ്ടായിരുന്നു. ഇതിൻ്റെ ഒന്നും പേരൊന്നും എനിക്കറിയത്തില്ല. ഞാൻ കണ്ടതെല്ലാം ഇട്ടു. ഒരുപാട് വെറൈറ്റി ഇനം പൂക്കൾ എൻ്റെ മാമൻ്റെ വീട്ടിലുണ്ട്. ഇത് മാമി വളർത്തുന്നതാണേ. മാമിക്കും മാമനും പൂക്കളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്. എനിക്കും പൂക്കളോടും ഇഷ്ടമാണ് കേട്ടോ. എനിക്കും പലതരം ചെടികളോടൊക്കെ ഇഷ്ടമാണേ. ഇന്നിവിടെ നടക്കാൻ പോകുന്നത് മാമൻ്റെ മോളെ വിവാഹ നിശ്ചയമാണേ. അതിൻ്റെ തിരക്കിലാണ് എല്ലാവരും. ചെറുക്കൻ കൂട്ടരുടെ കാറാണെന്ന് തോന്നുന്നു വന്നേക്കുന്നത്. മാമനും ബന്ധുക്കളും എല്ലാവരും കൂടെ അങ്ങോട്ട് അടുത്ത് ചെല്ലുന്നുണ്ട്. വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നത് നോക്കി നിൽക്കുകയാണ് എല്ലാവരും. വണ്ടിയിൽ നിന്ന് ഇറങ്ങി എല്ലാവരും മുന്നോട്ട് കയറി വരുന്നുണ്ട്. മാമന്മാരെല്ലാം അടുത്ത് നിൽപ്പുണ്ട്. മാമന്മാർ പരിചയപ്പെടുന്നുണ്ട്. അവരെല്ലാവരെയും അകത്തോട്ട് ക്ഷണിക്കുകയാണ്. ആ നീല കളർ ഷർട്ട് ഇട്ടതാണ് ഞങ്ങളുടെ മാമൻ. മാമനും മറ്റു മാമനും കൂടെ അങ്ങോട്ട് മാറി നിന്ന് അവരെ അകത്തോട്ട് ക്ഷണിക്കുകയാണ്. അവർ പയ്യനും പയ്യൻ്റെ ആൾക്കാരും അകത്തോട്ട് കയറി വരുന്നുണ്ട്. കയറി വന്നപ്പോൾ എല്ലാവരും അകത്ത് തന്നെ ഉണ്ടായിരുന്നു. എല്ലാവരും വന്നപ്പോൾ പെൺകുട്ടിയെ തിരക്കി. പെൺകുട്ടിയായിട്ട് പരിചയപ്പെടുന്നുണ്ട്. കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ആങ്ങളമാരൊക്കെ മേളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ബന്ധുക്കൾ വന്നെന്നറിഞ്ഞപ്പോൾ എല്ലാവരും വെളിയിലോട്ട് ഇറങ്ങുകയാണ്. ആ മഞ്ഞ സാരി ഉടുത്തതാണ് പെൺകുട്ടി. പെൺകുട്ടിയുടെ പേര് നിതീഷ എന്നാണ്. ആങ്ങളെയാണ് ഒരു സൈഡിലോട്ട് മാറി നിൽക്കുന്നത്. എല്ലാവരുമായിട്ട് പരിചയപ്പെടുന്നുണ്ട്. ഒരു ബ്ലാക്ക് ഷർട്ടാണ്, പേര് വിശാൽ എന്നാണ്. പിന്നെ ഒരു വെള്ള ഷർട്ടിട്ട ഒരു മാമൻ അതിൻ്റെ ഇടയ്ക്കൂടെ കയറി വന്നായിരുന്നു. ആ മാമനാണ് എല്ലാവരെയും പരിചയപ്പെടുത്തുന്നത്. ബന്ധുക്കൾ ആരാണെന്നുള്ളതും ഒക്കെ പരിചയപ്പെടുത്തുന്നത് ആ മാമനാണ്. പിന്നെ നിതീഷയുടെ തൊട്ടടുത്തിരിക്കുന്ന അമ്മയും കുഞ്ഞമ്മമാരും അപ്പച്ചിയും ബന്ധുക്കളൊക്കെയാണ് നിൽക്കുന്നത്. ഇത് തൊട്ടടുത്തിരിക്കുന്ന അമ്മാമ്മയാണ് ഈ നടന്നു വരുന്നത്. ബിജുമാമനാണ് കൈ ചൂണ്ടി എല്ലാവരെയും പരിചയപ്പെടുത്തുന്നത്. പയ്യനൊരു വെള്ള ഷർട്ടിട്ട ഒരാളാണെന്ന് തോന്നുന്നു, എനിക്ക് മനസ്സിലായിട്ടില്ല. എല്ലാവരെയും പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. പയ്യൻ്റെ ചേട്ടൻ്റെ ഭാര്യയാണെന്ന് തോന്നുന്നു മുന്നോട്ട് നടന്നു വരുന്നത്. കല്യാണം കഴിക്കാൻ പോകുന്ന ചേട്ടൻ്റെ പേര് വിഷ്ണു എന്നാണെന്ന് തോന്നുന്നു, എനിക്ക് ക്ലിയറായിട്ട് അറിയത്തില്ല. പിന്നെ അവരെല്ലാവരും തീരുമാനത്തിലെത്തി. വളരെ ഹാപ്പിയായി. ആ നീല ഷർട്ട് ഇട്ടതാണ് നിതീഷയുടെ അച്ഛൻ. പിന്നെ തൊട്ടടുത്ത് നിൽക്കുന്നത് വിഷ്ണു ചേട്ടനും പിന്നെ ഇതൊക്കെ അവരുടെ ബന്ധുക്കളൊക്കെയാണ്. പിന്നീട് എല്ലാവരെയും ഊണ് കഴിക്കാനായിട്ട് വിളിച്ചുകൊണ്ട് പോവുമായിരുന്നു. എല്ലാവരും ഊണ് കഴിച്ചു. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു ആലോചനയായിരുന്നു. അതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ ഞാൻ ഈ പൂച്ചയുടെ രംഗം എടുത്തതാണ്. ഈ പൂച്ചയെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു രംഗം എടുക്കണമെന്ന് തോന്നി ഞങ്ങൾ എടുത്തതാണ്. കുഞ്ഞുങ്ങൾ അതിൻ്റെ അടുത്തുനിന്ന് മാറുന്നതേ ഇല്ല. അതിൻ്റെ ഇടയ്ക്കൂടെ ചിലർ ഐസ്ക്രീം തട്ടുന്നുണ്ട്. യാതൊരു കൂസലും ഇല്ലാതെ തട്ടുകയാണ്. കൂടെ ഇരിക്കുന്നവർ കഴിക്കുന്നുണ്ടോയെന്നൊന്നും നോക്കുന്നില്ല. അതിൻ്റെ ഇടയ്ക്കൂടെ ഐസ്ക്രീം അടിച്ച് മാറ്റി ഓരോരുത്തർ തട്ടുന്നുണ്ട്. അവർക്ക് മുഴുക്കുന്നില്ല. പിന്നെ ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിക്കുക. അതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ പയ്യൻ കൂട്ടർ പോവുകയും ചെയ്തു. എല്ലാവരെയും ഒന്നും എനിക്ക് പരിചയപ്പെടുത്താൻ പറ്റിയില്ല. ഇനി അടുത്ത വീഡിയോയിൽ തന്നെ ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്തുന്നതായിരിക്കും. പിന്നെ ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ കുറേ പൂക്കളുടെ വീഡിയോ ഒക്കെ എടുത്തു. എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ ഇതിനകത്ത് വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. പിന്നെ മോൾക്ക് ഇഷ്ടപ്പെട്ടത് മോൾ അതിൻ്റെ അടുത്ത് നിന്ന് വീഡിയോ എടുക്കുകയും ആ ചെമ്പരത്തിയിലൊക്കെ ഒന്ന് തൊടി. ഇത്രയും വലിയ ചെമ്പരത്തിയൊന്നും മോൾ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. മോൾക്കത് കണ്ടപ്പോൾ ഒന്ന് കൗതുകകരമായിട്ട് ഒന്ന് അതിനെ തൊടി എടുക്കണമെന്നൊക്കെ തോന്നി. അതിൻ്റെ ഇടയ്ക്കൂടെ എൻ്റെ മോൻ ഭയങ്കര വികൃതിയാണ്. അവൻ ഇച്ചിരി കുരുത്തക്കേടൊക്കെ കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരി ഇതൊന്ന് മണപ്പിച്ചൊക്കെ നോക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ രഹസ്യം എന്നറിയില്ല. അവൾ ഓരോ പൂക്കളിലേക്കൊന്ന് തൊടിയൊക്കെ ചെയ്യുന്നുണ്ട്.
വിഷ്ണുവേട്ടൻ്റെ സ്ഥലം ആറ്റിങ്ങൽ മൂന്നുമുക്കിലാണെന്നാണ് ഞാൻ അറിഞ്ഞത്. എനിക്ക് കൂടുതൽ വിവരമൊന്നും കിട്ടിയില്ല. കിട്ടുമ്പോൾ അടുത്ത വീഡിയോയിലേക്ക് ഞാനത് ഇടുന്നതായിരിക്കും. എൻ്റെ ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ബെൽ ബട്ടൺ ചെയ്യുകയും ഷെയർ ചെയ്യാനും എല്ലാവരും മറക്കല്ലേ. എൻ്റെ ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.